ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. സോ ഞാനിന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ കോട്ടയത്തെ മീൻകറിയാണ്. അപ്പോൾ നമുക്കിന്നിവിടെ ചൂര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂര വെച്ച് നല്ലൊരു കോട്ടയം മീൻകറി ഉണ്ടാക്കാം. ഓക്കെ, ആദ്യം ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ച് പാൻ എടുത്ത് ചട്ടി എടുത്താൽ അടുപ്പത്ത് വെച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നമ്മൾ അരിഞ്ഞ് എടുക്കണം. എന്നിട്ട് പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കണം. നല്ല രീതിയിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന സാധനങ്ങൾ ഇഞ്ചി, പച്ചമുളക്, കുഞ്ഞുള്ളി എല്ലാം ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വാടണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതായത് ഇത് തീ കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട്, പെട്ടെന്ന് കരിയരുത്. എന്നാൽ നല്ല ചെറിയ തീ കിടന്ന് വാടിയല്ലേ, അതേപോലെ നന്നായിട്ട് നമ്മുടെ ഈ കൂട്ട് വാടണം. നമ്മൾ ഏകദേശം നന്നായിട്ട് നമ്മുടെ കൂട്ട് വാടിയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലെത്തുമ്പോഴേക്കും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പൊടികൾ, അതായത് മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലിരിക്കണം. മീൻസ് കറിക്ക് നല്ല കളറ് കിട്ടാനായിട്ടും മഞ്ഞൾപ്പൊടി നല്ലതാണ്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലിട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നന്നായിട്ടിട്ട് ഇളക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റായ മല്ലിപ്പൊടി ആഡ് ചെയ്യും. മല്ലിപ്പൊടി കുറച്ചേ ആഡ് ചെയ്യുള്ളൂ. കുറച്ച് ഒരു 1.25 ടീസ്പൂൺ അത്രേ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുള്ളൂ. മല്ലിപ്പൊടി ഇട്ടും അതുപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ മിക്സ് ചെയ്യണം. മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മല്ലിപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇതേപോലെ കുറച്ച് കൂടുതലിടണം. ഞാനിവിടെ ഒരു 3-4 ടീസ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട്. മീൻസ് നല്ല കോട്ടയം മീൻകറി എന്ന് പറയുമ്പോൾ നല്ല എരിവൊക്കെ ഇട്ട് നല്ല ഇതായിട്ട് നിൽക്കുന്ന മീൻകറി. അപ്പം ഞാൻ കുറച്ച് എരിവ് കൂടുതലിടുന്നുണ്ട്. അപ്പം നമ്മൾ മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിക്കുമ്പോഴേക്കും ഒരു ടെക്സ്ചറാകും. ആ ഒരു എന്താ പറയുക, നമ്മുടെ എണ്ണയും പൊടികളും കൂടെ കൂടി ഒരു നല്ലൊരു ടെക്സ്ചറാകും. ആ ടെക്സ്ചർ നല്ലൊരു ബ്രൗണിഷ് കളറാകാൻ വേണ്ടി നമ്മൾ അതുവരെ ഇളക്കണം. നല്ല ബ്രൗണിഷ് കളറാണ്, എന്നാൽ കരിഞ്ഞും പോകരുത്. എന്നിട്ട് ഈ ഒരു ടെക്സ്ചറാകുമ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്യണം. ഒരു 2-2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ടിട്ട് ഇളക്കി രണ്ട് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് പുളി ഇടണം. ഞങ്ങളിവിടെ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. കുടംപുളി ഇട്ടതിന് ശേഷം നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ നമ്മൾ ആഡ് ചെയ്യണം. ഏത് മീനാണെന്നറിയാം, നമ്മൾ ചൂര മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂര, കുടുക്ക, അങ്ങനെ പല രീതിയിൽ പറയുന്ന ചൂര മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മീൻ കഷ്ണം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ സാധനം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പിട്ട വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളക്കാൻ വെച്ചേക്കുക. തിളച്ച് നന്നായിട്ട് പറ്റി അവസാനം നമ്മുടെ നല്ല ഒന്നാന്തരം കോട്ടയം മീൻകറി ഇവിടെ റെഡിയാകും. കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യൂ.